എങ്ങോട്ടാന്നല്ലേ? ലോണാവാലയിലേക്കാണ്. രാവിലെ തന്നെ കഷ്ടപ്പെട്ട് ഒരു 6 മണിക്ക് എണീച്ച് ട്രെയിനിലേക്ക് വന്ന് ട്രെയിനിന് കാത്ത് നോക്കുമ്പോൾ 10 മിനിറ്റ് ട്രെയിൻ ലേറ്റ്. ഓക്കെ, ഞായറാഴ്ചയല്ലേ ആരും ഉണ്ടാവില്ല എന്ന് വെച്ച് ട്രെയിനിൽ കയറി നോക്കുമ്പോൾ നല്ല ഒന്നാം നമ്പർ തിരക്ക്. അത് ഫോൺ എടുക്കാൻ പോലും ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല. അവസാനം ലോണാവാല വരെ കഷ്ടിച്ചിരുന്ന് ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ലോണാവാല മെട്രോ സ്റ്റേഷനിലൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് നെയിം ബോർഡ് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടെങ്കിലും വൃത്തിയുള്ള നെയിം ബോർഡൊന്നും എനിക്ക് കിട്ടിയില്ല. എന്നിരുന്നാലും ലോണാവാല മെട്രോ സ്റ്റേഷൻ അടിപൊളിയാണ് കേട്ടോ, ഇഷ്ടമായി എനിക്ക്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പക്ഷെ ടോയ്ലറ്റ് അത്ര പോരാ. മെയിൻ മഹാരാഷ്ട്രേൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ടെന്ന് തോന്നുന്നു, നല്ല വൃത്തിയിൽ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ഒരു വാട്ടർഫോൾ കാണാനാണ്. ഓൺ വോയിസ് മാറ്റി മറ്റേ ലൈവ് വോയിസിലേക്ക് വരും. അതുവരെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറയുന്നത് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോ ചേട്ടന്മാർ എന്നോട് പറഞ്ഞു അങ്ങോട്ടേക്ക് ഓട്ടോ ഇല്ല, വാട്ടർഫോളെല്ലാം ക്ലോസ്ഡ് ആണ്. അവരെ മൊത്തമായിട്ട് നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. സാറില്ല, വരുന്ന വെച്ചെന്ന് വെച്ചിട്ട് ഞാൻ നടന്നു. ഇതിന് മുന്നേ ഞാൻ റെഫറൻസ് എടുത്തനായിരുന്നു കേട്ടോ, നടന്നിട്ട് പോകാൻ പറ്റുമോ പറ്റൂല എന്നൊക്കെ. പറ്റുന്ന എല്ലാവരും പറഞ്ഞു. മാറു പശു, വൈക്കം മുഹമ്മദ് ബഷീർ, ഭൂമിയുടെ അവകാശികൾ, ഇവരെല്ലാം ഇവിടെ തോന്നിയ പോലെ കേട്ടോ. അങ്ങനെ നടന്ന് ഞാൻ ഒരുവിധം ഗൂഗിളേട്ടൻ്റെ കത്തൽദാർ വാട്ടർഫാൾ അഥവാ രാജ്മാജി വാട്ടർഫാൾ, അതിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതിലേക്ക് വലിഞ്ഞു കയറി എത്തുമായിരിക്കും, പക്ഷെ വഴി അറിയാത്തത് കൊണ്ടും ഇവിടുത്തെ ഫയർഫോഴ്സിൻ്റെ നമ്പർ അറിയാത്തത് കൊണ്ടും ഞാൻ പോകുന്നില്ല. നേരായ വഴിയെ പോകാം. ഇത് റോഡിലേ പോയാലും എത്തും, ഇതിലേ പോയാലും എത്തും തോന്നും. കുറേ ആൾക്കാർ മേലെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പുതുവഴി കണ്ടെത്തി പോകാമെന്ന് വിചാരിക്കുന്നു. ലോണാവാലക്ക് ഒരു ഊട്ടിയുടെ ചായ. എല്ലാവരും അവിടെയൊക്കെ നിന്ന് ആസ്വദിക്കുക. എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എനിക്കെല്ലാം പെട്ടെന്ന് കാണണം. ഞാൻ ആസ്വദിക്കാൻ മറന്നു. പക്ഷേ ഇനി ഞാൻ നന്നായി. ഇനി ഞാൻ ആസ്വദിച്ച് കണ്ടിട്ടേ വീഡിയോ പിടിക്കുന്നുള്ളൂ. വരുന്ന ആൾക്കാർ റെയിൻ കോട്ടോ കൊടയോ ഒക്കെ എടുത്തിട്ട് വന്നാൽ കേട്ടോ, എന്തായാലും മഴയുണ്ടാവും. ഇത് മേലെ മുട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നടക്കുന്നത്. മുട്ടുമായിരിക്കും. ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ടൊന്നും ആരും വന്ന് വൃത്തികേടാക്കിയിട്ട് പ്ലാസ്റ്റിക്കും മറ്റേതൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും കുന്നും മലയാണല്ലോ. ആരൊക്കെയോ. ഏതായാലും റോഡിലേ വരാതെ സൈഡിലേ വന്നത് നല്ല തീരുമാനമായി കേട്ടോ.
മൊത്തത്തിൽ എന്നെ കോട വന്ന് മൂടിയിട്ടാ. ഫോണിൽ ഇതെങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരൊന്നൊന്നര ആംബിയൻസ്. ഇതുവരെ വണ്ടി വരും തോന്നും കേട്ടോ. അമ്പോ അടിപൊളി, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിൻ്റെ നടുവിലൊരു തടാകം. ഓ അടിപൊളി. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവരെ ഡിസ്റ്റർബ് ചെയ്യണോ? ഡിസ്റ്റർബ് ചെയ്ത് ഒരു കടിയെല്ലാം മേടിച്ച് പോകണോ അതോ വേണ്ട മറ്റേലേ പോവാം. ഇത് ഈ ഡാമിൻ്റെ മുകളിലേക്കുള്ള റോഡാന്ന് തോന്നുന്നു. ഇനിയും വാട്ടർഫാളിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് ഞാൻ നോക്കിയില്ല. ബിസിനസ് ഇവിടെ കുറച്ച് ബിസിനസ്സുകാരുണ്ട്. ബിസിനസ് ഇതപ്പോൾ സ്കൂൾ തുറക്കാമോ? അവിടെ കാന്താവജി. ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു കാന്താവജിനായി ഇവൻ്റെ അടുക്കുന്ന വാങ്ങിക്കും. ഇതെല്ലാം പണ്ടത്തെ ആരെയും കോട്ടയാണോ? ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിൽ അത്രയ്ക്ക് നല്ല സമയം. എവിടെ എൻ്റെ വാട്ടർഫോൾ എവിടെ?
മഴ പെയ്യാൻ തുടങ്ങി. ഇനി ആകെയുള്ളൊരാശ്രയം അവൻ്റെ വീഡിയോ. എനിക്ക് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റുമോയെന്ന് അറിയില്ലേ. മഴ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കോട്ടിടാനുള്ള സാവകാശം താ. അമ്പു ഏതാ ഫ്രെയിം? ഒരാളും കൂടി ഉണ്ട് ഫോട്ടോയിൽ എടുത്തിട്ട് പോയത്. ഇവരെല്ലാം ഇടുന്നു. He's parking at there is parking spot there. നടന്നു പോയാൽ എത്തുന്ന പറഞ്ഞേ. പക്ഷെ നല്ല ക്ലച്ച് കത്തിയ മണമുണ്ട്. കാർ എടുത്ത് വരുന്നതിനും കാട്ടി നല്ലത് ബൈക്ക് എടുത്ത് വരുന്നതായിരിക്കും. പക്ഷെ നാട്ടിൽ നിന്നെല്ലാം വരുന്ന ആൾക്കാർക്ക് ഞാൻ നോക്കി കേട്ടോ എന്താ ഓപ്ഷൻ എന്നുള്ളത്. ഓരോ ഓപ്ഷനും ഉള്ളത്. ലോണാവാല വരുമോ എന്നിട്ട് ഇതേപോലെ നടന്നിട്ട് പോകേണ്ടി വരും. പിന്നെ ബൈക്ക് ഓക്കെ റെൻറ്റിനെടുക്കാം. റെൻറ്റിനെടുത്താൽ ലോണാവാല മൊത്തം കറങ്ങാം. പക്ഷേ എടുക്കണമെങ്കിൽ ഒന്നുകിൽ പൂനെ പോകണം അല്ലെങ്കിൽ അക്രൂഡി പോകണം. അല്ലാണ്ടൊന്നും ആപ്ലിക്കേഷൻ ത്രൂ റെൻറ്റിന് ബൈക്ക് കിട്ടില്ല കേട്ടോ. അക്രൂഡി എന്ന് വെച്ചാൽ ലോണാവാലക്കുന്ന് ഒരു 45-52 കിലോമീറ്റർ ഉണ്ടാവും.
Slide right to stay on trek to Rajmachi village. ഓക്കെ, ട്രെയിനിൽ പോയിട്ട് അങ്ങനെ എടുത്താലും മതി. നമ്മൾ വരുന്ന സമയത്ത് ലോണാവാലക്കുന്നേ ഓട്ടോക്കാരൻ പറഞ്ഞത് വാട്ടർഫോൾ ഇപ്പം ക്ലോസ്ഡ് ആണ്. സാധാരണ അത് അങ്ങനെ പറയുക, ഒന്നിക്കിൽ അവർക്ക് പോകാൻ പറ്റാത്ത സ്ഥലമാകുമ്പോഴാണ് മാർക്കറ്റിംഗ് വേറെ സ്ഥലത്തേക്ക് വഴിതിരിച്ച് വിടാൻ വേണ്ടി. ഞാൻ ഇതും അതേപോലെയാണെന്ന് വെച്ചിട്ടാണ് വന്നത്. പോയി നോക്കട്ടെ. ക്ലോസ്ഡ് ആണെങ്കിൽ നല്ല ഓട്ടച്ചേട്ടന്മാർ. നടന്ന് വരുത്ത് അത്ര ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മുതിരാവൂ കേട്ടോ. കുറച്ചധികം നടക്കാനുണ്ട്. ഇനിയും ഗൂഗിൾ മാപ്പിൽ 4 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പോയി നോക്കട്ടെ. 7 കിലോമീറ്റർ എപ്പെങ്കിലും ഒന്ന് നടന്നിട്ടുണ്ടോ? യെസ്, ഞാൻ നടന്നിട്ടുണ്ട്. ഇതിലും വലിയ ദൂരം അമ്പലത്തിലെ Turn right to stay on trek to Rajmachi village. ശബരിമലക്ക് പോകുമ്പോൾ കരിമല ചവിട്ടി പോയിട്ടുണ്ട്, പാലക്കയം തട്ട് പോയിട്ടുണ്ട്, പൈതൽ മലയും പോയിട്ടുണ്ട്. അതുപോലൊരു മല. പക്ഷെ ഇത് ഒറ്റക്കാണെന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അപ്പർ ഡക്ക് റിസോർട്ട് കണ്ടോ? ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ, ഫാമിലിയായി വന്ന് അടിച്ചു പൊളിക്കാൻ. അപ്പർ ഡക്ക്. ഇനി എങ്ങനെ പോകും? ഗൂഗിളേട്ടൻ ഇങ്ങനെ പോകാനാണ് പറയുന്നത്. കുന്നിൻ്റെയും മലയുടെയും മേലെ ആയതുകൊണ്ട് ആനയും പുലിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കേരളമാണെങ്കിൽ മിക്കവാറും ആന ചവിട്ടിക്കൊന്നേനെ. ഇവിടെ പിന്നെ ആനശല്യം ഇല്ല, പുലിശല്യം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഭാഗ്യത്തിന് ഒരൊറ്റ പൂച്ചക്കുട്ടീനെ കാണുന്നില്ല. ഞാൻ ഒറ്റക്കാട്ടോ. ഈ ഫോണും നോക്കി നോക്കി പോയി തിരിച്ചു വരാനുള്ള വഴി അഥവാ ഗൂഗിൾ മാപ്പ് ചതിച്ചാൽ നോക്കാല്ലേ. അയ്യോ, ഇത് ഏതൊക്കെ മലയാളീൻ്റെ റിസോർട്ടാണ്. ഫുൾ വാഴയാണല്ലോ. ഇതൊരു വാഴക്കൊല. പക്ഷെ ഇവിടേക്ക് ആരും വരുന്നില്ല ഇപ്പോൾ. ഇതെന്താ ഞാൻ മാത്രം? പക്ഷെ ആരും പോകണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ, എല്ലാവരും പോയിക്കോന്നേ പറഞ്ഞില്ല. ഇതെല്ലാം മഴയത്ത് വെള്ളം വന്ന് കുതിച്ച് പോയിട്ട് ഏതാണ് ഒരു പാർട്ട്ണർ മസ്റ്റാണ് ഗൈസ്. ഫുൾ കാടായതുകൊണ്ട് ചെറിയ രീതിയിലൊരു പേടിയാകുന്നു. ഇതിൻ്റെ താഴെ ഒരു ഡാമുണ്ട്. അതാണ് ഞാൻ വന്ന സ്ഥലം. അല്ല, പക്ഷേ വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും കാണുന്നില്ല. ഇനിയും പോകാനുണ്ടോ അറിയില്ല. പറ്റിയ വാട്ടർഫാളാണോ ഗൂഗിളെ നീ എനിക്ക് കാണിച്ചു തന്നത്? മഴ പെയ്ക്കുമെന്നെല്ലാം പറയുന്ന കേട്ടില്ലേ? ഞാൻ പറഞ്ഞു മഴ പെയ്പ്പിച്ചു. അവരിൽ എത്രയോ മേലെയാണ് കേട്ടോ ഞാനുള്ളത്. ആ കുന്നാണോ ഞാൻ ഇറങ്ങി വന്നേന്നും ഡൗട്ടുണ്ട്. മഴ പെയ്ത് കോട്ടിടാതെ നിവർത്തിയില്ല. ആരെല്ലോ കുളിക്കുന്ന ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതന്നെ വഴി തെറ്റിയിട്ടില്ല എന്ന് വിചാരിക്കാം. പേടിയുള്ളവരൊന്നും ഒറ്റയ്ക്ക് വരാൻ നിൽക്കണ്ട. നല്ല കാടാന്ന്. കാട്ടിൻ്റെ ഉള്ളിലേ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഞാൻ
നല്ല മഴയായിരുന്നു. ബാക്ക് സൈഡ് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പർവ്വതങ്ങളാണ്, നടുവിൽ നല്ല കാടും. ഗൂഗിള് വഴി കാണിച്ചു തരുന്നുണ്ട്. Turn right to stay on track to Rajmachi village. അങ്ങനെ ഒരുവിധം ജനവാസമുള്ള സ്ഥലത്തെത്തി. പക്ഷെ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല വഴിയും വെച്ചിട്ട് ഇവനെനിക്ക് കാണിച്ചു തന്ന വഴിയുണ്ടാവും പെരുങ്കാട്ടിൻ്റെ ഉള്ളിലോട്ടാണ്. लोनावाला छोड़ के आएगा इधर छोड़ेगा, इधर छोड़ेगा। अच्छा, पैसा कितना है मालूम नहीं? पैसा कितने है मालूम नहीं। രാവിലെ തന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ടേ ഇനി അവിടെ നിന്നൊന്നും ഭക്ഷണമൊന്നും കിട്ടൂലേ, ഈ ഫോണിൻ്റെ റേഞ്ച് എനിക്ക് കിട്ടൂലേ എന്നുള്ള പേടിയിൽ ഞാൻ ഒരു കാര്യം ചെയ്തു. അവിടെ ഒരു വയസ്സായ ഒരു അമ്മമ്മ നടത്തുന്ന ഒരു തട്ടുകട ഉണ്ടായിരുന്നു. അത്യാവശ്യം റേഞ്ചെല്ലാം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. ഞാൻ അവിടെ നിന്ന് ഒരു ഓംലേറ്റ് ഓർഡർ ചെയ്തു. ആദ്യമേ പൈസ ചെയ്ത് വെച്ചിട്ട് ഓർഡർ ചെയ്യാമെന്ന് വെച്ചിട്ട് ആ പാവത്തിന് ബുദ്ധിമുട്ടി കണ്ടല്ലോ. അങ്ങനെ വെച്ചിട്ട് ഞാൻ ആദ്യം 60 രൂപയായിരുന്നു ഓൺലൈൻ. ഇനി 60 രൂപ കൊടുത്ത് ഓൺലൈൻ വെച്ചു. ന്യൂസ് എന്നോട് എന്തെല്ലോ കഥകൾ പറയുന്ന വീഡിയോസാണ് നിങ്ങൾ കേട്ടത്. ഇവിടുന്ന് വണ്ടി കിട്ടുന്ന എന്നോട് പറഞ്ഞത് താഴത്തേക്ക് പോകാൻ. നോക്കാം നമുക്ക്. വണ്ടി കിട്ടിയില്ല ഞാൻ പെട്ടേനെ. ഇതിപ്പോൾ ഓൾറെഡി കാടിൻ്റെ ഉള്ളിലോട്ട് എല്ലാം കൂടി ഞാനിപ്പോൾ ഒരു 13 കിലോമീറ്ററോളം നടന്നു. തിരിച്ചും ഒരു 13 ആകുമ്പോൾ 26 കിലോമീറ്റർ. എൻ്റെ പൊന്നെ നടക്കൂല. അപ്പോൾ നടന്ന് ഞാൻ വാട്ടർഫോൾ കണ്ട് ഈ ഒച്ചയാണ് കേട്ടോ എന്നെ ഇതുവരെ എത്തിച്ച്. എന്നാലും ഒരു ജനവാസ പ്രദേശം ഉണ്ടാവും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ ആ കാട്ടിലൂടെ നടന്നത് ധൈര്യത്തിൽ. അത് ഇവിടുന്ന് ആൾക്കാർ കുളിക്കുന്ന ഒച്ചയാണ്. അവിടെ നന്നായി നല്ല വാട്ടർഫാള്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വാട്ടർഫാള്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് അധികം പിള്ളന്മാരാണ് കേട്ടോ, ഞായറാഴ്ച ആയതുകൊണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോ എല്ലാം അവരെ കൊണ്ട് ഞാൻ എടുപ്പിച്ചു. വാട്ടർഫോൾ അത്യാവശ്യം ഒരു മീഡിയം ലെവൽ വാട്ടർഫോൾ. ഈ ലോണാവാല വാട്ടർഫോൾ ആയതുകൊണ്ട് വാട്ടർഫോളിന് ഒരു മഞ്ഞമില്ലാത്ത സ്ഥലമാണ്. വാട്ടർഫോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വാട്ടർഫോൾ കഴിഞ്ഞിട്ട് അവിടെയുള്ള വണ്ടിക്കാരോട് ഞാൻ ചോദിച്ചു ഇനി എങ്ങോട്ടേക്കാണ് പോകണ്ടേ, ഇനി ഒരു വാട്ടർഫോൾ ഉണ്ടോ ഇതിലും എന്ത് എന്നൊക്കെ. അവരൊന്നും മെയിനായിട്ടുള്ള വാട്ടർഫോൾ ഇതാണെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ താഴെ, അതായത് നെക്സ്റ്റ് കാണുന്ന വ്യൂ പോയിൻ്റ് താഴെ ഒരു വാട്ടർഫോൾ ഉണ്ട്.
അധികം ആൾക്കാർ നേരെ അങ്ങോട്ടേക്കാണ് നടന്നിട്ട് വരുന്നവരെല്ലാം പോകുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഉള്ളത്, ഇതിൻ്റെ മേലെ ഇല്ല. നടന്ന് മുഷിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു നല്ല വാട്ടർഫോൾ, എനിക്ക് വലിയൊരു കുളിർമ കിട്ടിയില്ല കണ്ണിന്. അത് കഴിഞ്ഞിട്ട് കിട്ടിയ സ്പോട്ടാണ് മോനെ ഇത്. നല്ല 1 നമ്പർ സ്പോട്ട്. എന്ത് ഭംഗിയായിരുന്നു അറിയോ, കോടമഞ്ഞൊക്കെ ആയിട്ട്. നിങ്ങൾ തന്നെ കണ്ടു, അടിപൊളി സ്പോട്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഹായ്, ഹലോ, ഹലോ, ഹായ്. ഓരോ സൈഡിൽ നിന്നും കണ്ടോ വെള്ളം ഒഴുകി ഒഴുകി വരുന്നു. ഈ ഒരു മെയിൻ മലേൻ്റെ ഓരോ സൈഡിൽ നിന്നും ഓരോ മീറ്റർ വിട്ടിട്ടും വാട്ടർഫാളാണ്, ചെറുതും വലുതുമായിട്ട്. ഈ വെള്ളം ഒഴുകി പോകുന്നുണ്ടാവും. ഇതിൻ്റെ താഴെയാണ് അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലുള്ള വാട്ടർഫാൾ. ഈ വെള്ളം പോയി വീഴുന്ന സ്ഥലം കേട്ടോ. ഓടമൊക്കെ കുറച്ച് കുറവാണ്, പക്ഷെ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. മഴ വരും പോവും, പെയ്യും പോവും. പോട്ടിട്ട് വന്നുകൊണ്ട് നല്ല കാര്യമായി. നമ്മൾ മൊത്തം നനഞ്ഞൊരു പരിവായിരുന്നു. ഞാനിവിടെ നിന്നെല്ലാം ഉള്ള വണ്ടിക്കാരോട് വെച്ചും ചോദിച്ച് താഴത്തേക്ക് പോകാൻ എത്ര പൈസ. അപ്പോൾ വണ്ടിക്കാരിൽ എന്നോട് പറഞ്ഞു ഓൾറെഡി താഴേന്ന് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ മേലോട്ടേക്ക് കയറുന്നത്. അപ്പോൾ ഒരു ഫാമിലീസ് എല്ലാം ഒരു ഗ്യാങ് ആയിട്ടാണ് ബുക്ക് ചെയ്യുക. അപ്പോൾ നിന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർ ഓൾറെഡി പൈസ തന്ന് ബുക്ക് ചെയ്തതല്ലേ. എന്നാലും ചോദിച്ചു നോക്കാം. ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരാളെ ഗ്യാപ്പ് വരുന്ന സമയം തന്നെ ഇങ്ങനെയാണ് കയറ്റുന്ന. അത്യാവശ്യം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലും ബൈക്കുകാരോടെല്ലാം ചോദിച്ചു. ബൈക്കുകാർ മഴ ആയതുകൊണ്ടെന്നറിയില്ല, നല്ല സ്ലിപ്പുള്ള സ്ഥലമല്ലേ, ഇറക്കം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അവർ കയറ്റാൻ മുതിർന്നില്ല എന്നെ. അപ്പം ഞാനൊരു കാര്യം മനസ്സിലേക്ക് ഇതാക്കി, ഇനി ഒരു ട്രിപ്പും നടന്നിട്ട് കുറച്ച് കഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുന്നും കാടും ഇതൊക്കെ. ജനവാസ സ്ഥലമാണെങ്കിൽ നമുക്ക് ആർക്കും എന്തെങ്കിലും ചെയ്ത് അങ്ങനെ പോയാൽ. ഇതാട്ടോ എല്ലാ ചെറിയ വാട്ടർഫാളിൽ നിന്ന് വരുന്ന വെള്ളം. ഇതെന്ത് ഭംഗിയല്ലേ കാണാൻ. നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേർക്കെല്ലാം ഞാനിത് സജസ്റ്റ് ചെയ്യുന്നു. മഹാരാഷ്ട്രേൻ്റെ ഭംഗി തെച്ചും ദൈവം ലോണാവാലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ജീപ്പുകാരനെ കാത്ത് കൈനീട്ടി മടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്നു, റോഡ് സൈഡിൽ തന്നെയുള്ള. അപ്പോൾ ഇങ്ങനെ വണ്ടി വരുന്നു കൈനീട്ടുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുമ്പോൾ ഒരാൾക്ക് കൈനീട്ടി വണ്ടി കിട്ടി. 150 രൂപ ഓക്കെ ആണോ? ഓക്കെ, കുഴപ്പമില്ല. താഴെ എത്തി കിട്ടുമല്ലോ. ലോണാവാല വരെ എത്തില്ല, ഹൈവേ വരെ എത്തും. അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോയിട്ട് ഹൈവേ വരെ ഞാൻ
ചേട്ടൻ ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പൈസയിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. റേഞ്ച് ഉണ്ടാവില്ല എന്നറിയാം, പക്ഷേ റേഞ്ചിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു.